തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. കനകുലുതന്ത്രം കോൺഗ്രസ് പല രീതിയിൽ പയറ്റുന്ന കാഴ്ചകളൊക്കെ നിരന്തരം വാർത്തയാകുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു പരസ്യമുണ്ടായിരുന്നു. അത് കോൺഗ്രസിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല, നാട്ടിലെ റോഡുകളിലെ കുഴി അത് കണ്ടന്റായി റീൽസായി എടുത്താൽ 50,000 രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു പരസ്യം കോൺഗ്രസിൻ്റെതായി വന്നത്. പ്രത്യക്ഷത്തിൽ അത് കോൺഗ്രസിന് വേണ്ടിയാണ് എന്ന് പറയില്ലെങ്കിൽ പോലും കനകുലുതന്ത്രമായിരുന്നു അത് എന്ന പിന്നീട് വാർത്തയായി മാറുന്ന സന്ദർഭമുണ്ടായി, സാഹചര്യമുണ്ടായി. അതുപോലൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസിനായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പണം കൊടുത്ത് വിലക്കെടുക്കുകയാണ് ഏജൻസികളെല്ലാം. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മോശമായി ചിത്രീകരിക്കുക, കോൺഗ്രസ് രാഷ്ട്രീയം കണ്ടന്റിലൂടെ ഒളിച്ചു കടത്തുക എന്നിവയാണ് ഏജൻസികൾ ഇൻഫ്ലുവൻസർമാരെ ഇത്തരത്തിലുള്ള സമീപിക്കുന്നത്. പണം വാങ്ങി കോൺഗ്രസിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുക എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യപ്പെടുന്ന പണം വാങ്ങിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുന്ന തെളിവുകൾ ഇതാ കൈരളി ന്യൂസ് പുറത്തുവിടുകയാണ്. ഇത്തരത്തിൽ ഏജൻസികൾ ഇൻഫ്ലുവൻസർമാരെ സമീപിച്ചിട്ടുണ്ടെന്ന് ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ക്രിയേറ്ററായ ഫ്രെഡി വി ഫ്രാൻസിസ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. നമുക്ക് ഫ്രെഡിയുടെ വാക്കുകൾ ആദ്യം കേട്ടുവരാം. TV ചാനൽ ചർച്ചകളിൽ നിന്നൊക്കെ മാറി സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന, സോഷ്യൽ മീഡിയയിലെ ഫുഡ്, ട്രാവല്, ഗെയിമിംഗ് ഇതൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്ന ഒരു നല്ലൊരു ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവർ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസ്, അല്ലെങ്കിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ആവാൻ പറ്റിയ ഇൻഫ്ലുവൻസേഴ്സ്, ആ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പൈസ കൊടുത്ത്, അതാട്ടെ ഏറ്റവും വലുത്, പൈസ കൊടുത്ത് പൊളിറ്റിക്സ് പറയുന്നതും ഇപ്പോൾ അവർ സ്വമേധിയ പൊളിറ്റിക്സ് പറയുന്നത് രണ്ടാണ്. ഇപ്പോൾ അവർ ആരും പെട്ടെന്ന് അങ്ങോട്ട് കയറി സമ്മതിക്കില്ല. പക്ഷേ ഇതേപോലെയുള്ള മെസ്സേജ് ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുമ്പോൾ UDF പോലെയുള്ള UDF നേതൃത്വം എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? അവരുടെ നെറേറ്റീവ്സ് അവർ വഴി ഓടിക്കണമെന്നാണോ? ഒരു 10 ക്രിയേറ്റേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേരളത്തിലെ എല്ലാവരുടെയും മാനസിക നില വരെ മാറ്റാൻ പറ്റിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൈസ കൊടുത്ത് ഇതേപോലെ ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പൊളിറ്റിക്സ് പറയാന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല പരിപാടിയല്ലല്ലോ. അപ്പോൾ അതിനെതിരെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഒരു ഇൻഫ്ലുവൻസർ മാനേജ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ മാനേജ്മെൻറ്റ് ഏജൻസി ത്രൂ ആണ് ഇവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സമീപിക്കുന്നത്. അപ്പോൾ അവരുടെ പേരിൽ തന്നെ 4-5 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫേക്ക് അക്കൗണ്ട്. അപ്പോൾ ആ ഫേക്ക് അക്കൗണ്ട് എല്ലാം ഫോളോ ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, എല്ലാം കോൺഗ്രസ്സുകാർ തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരെയും ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ ചെയ്യുന്നത് പലരും ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ എടുത്ത് നോക്കിയാൽ തന്നെ കാണാം, അവരിപ്പോൾ കൊളാബ് ചെയ്തേക്കുന്നത് INCയും ടാഗ് ചെയ്തേക്കുന്ന INC ഇന്ത്യ ആയിട്ടൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള എവിഡൻസ് ആണ്. യെസ്, കൃത്യമായ എവിഡൻസ് തന്നെയാണ്, കൃത്യമായ തെളിവുകൾ തന്നെയാണ് ഫ്രെഡി വി ഫ്രാൻസിസ് പറഞ്ഞു വെച്ചതുപോലെ തന്നെ. ശരത് ഓങ്ങല്ലൂർ കൂടി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. സോഷ്യൽ മീഡിയയെ സമീപിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾ, കുട്ടികൾ. ഒരു 14 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികൾ, ആ ഒരു ജനറേഷൻ വളരെയധികം അഡിക്റ്റഡ് ആണ് സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ. ആ ഇൻസ്റ്റഗ്രാമിനെ മുതലെടുക്കാനുള്ള ഒരു നീക്കമാണ് പുതിയ കനകുലുതന്ത്രം എന്ന് തന്നെ പറഞ്ഞു വയ്ക്കാം. തീർച്ചയായിട്ടും വിനിഷ, അങ്ങനെ തന്നെ കാണേണ്ടി വരും. നമ്മളെല്ലാവരും പറയുന്ന പോലെ 90 കിഡ്സ്, Gen X, Gen Z, ഈ 2 തലമുറയിൽപ്പെട്ട ആളുകളും കാര്യമായിട്ട് സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇത്തരം വീഡിയോകൾ കാര്യമായിട്ട് ഇവരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നവരാണ്. അത്തരക്കാരെ, ആ പ്രായത്തിൽപ്പെട്ട 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ പ്രായപരിധിയിൽപ്പെട്ട ആളുകൾക്കകത്ത് കൃത്യമായിട്ട് തങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞുറപ്പിക്കുന്നതിന് വേണ്ടി ഒരു കുറുക്കു വഴിയാണ് ഇത്തരത്തിൽ തേടിയിരിക്കുന്നത് എന്നാണ് തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ, ഇൻഫ്ലുവൻസേഴ്സിനെ ഇത്തരം ഏജൻസികൾ സമീപിക്കുന്നു. ആ ഏജൻസികൾ സമീപിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടും നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്ന, കൃത്യമായിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുക എന്നതാണ് ഇത്തരത്തിൽ ഇൻഫ്ലുവൻസേഴ്സിനെ സമീപിച്ചുകൊണ്ട് ഇവർ ആവശ്യപ്പെടുന്നത്. ഇത്തരത്തിൽ കൊളാബ് ചെയ്യുന്നത് പെയ്ഡ് ആയിരിക്കും എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് കാശ് കൊടുത്ത് തങ്ങൾക്ക് വേണ്ടി തങ്ങൾ നേരിട്ടല്ലാത്ത രീതിയിൽ കണ്ടന്റുകൾ ഉണ്ടാക്കുക, അത് പ്രചരിപ്പിക്കുക, അതിലൂടെ സർക്കാരിനെ മോശമായി ചിത്രീകരിക്കുക, വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കുക. ഇതുമാത്രമാണ് ഇത്തരത്തിൽ കണ്ടന്റ് ക്രിയേഷൻ മാനേജ്മെൻറ്റ് ഏജൻസികൾ ലക്ഷ്യം വെക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് താൽക്കാലികമായിട്ട് ചില അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നു. നമ്മളിപ്പോൾ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് പോലെ തന്നെ MSA എന്ന പേരിൽ, അല്ലെ MNC എന്ന പേരിൽ വിവിധ തരത്തിലുള്ള മീഡിയ മാനേജ്മെൻറ്റ് കമ്പനികൾ ഇത്തരത്തിൽ താൽക്കാലിക അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നു. അതിലൂടെ ഇൻഫ്ലുവൻസേഴ്സിനെ സമീപിക്കുന്നു. ഇൻഫ്ലുവൻസേഴ്സ് സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഇൻഫ്ലുവൻസേഴ്സ് ആരും ഇതിനകത്ത് തയ്യാറാകുന്നില്ല.
തയ്യാറാവുന്നില്ല, അതായത് ഈ മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ തയ്യാറാവുന്നില്ല. എന്നാൽ ഒരു 50,000 വരെയൊക്കെ ഫോളോവേഴ്സ് ഉള്ള, എന്നാൽ ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ആളുകളിലാണ് ഇത്തരത്തിൽ ഈ ഏജൻസികൾ സമീപിക്കുന്നത്. അവർ സമീപിച്ചിട്ട് ഇത്തരത്തിൽ സർക്കാരിനെതിരെ ഒരു വ്യാജ പ്രതീതി അല്ലെങ്കിൽ നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഇത്തരത്തിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വലിയ തെളിവ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നിരുന്നു. വിനിഷ പറഞ്ഞ പോലെ തന്നെ റീൽസ് ചിത്രീകരിച്ചുകൊണ്ട്, റോഡിലെ കുഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റീൽസ് ചിത്രീകരിക്കുകയും ആ റീൽസിന് സമ്മാനം കൊടുക്കുകയും ചെയ്യുന്നൊരു പരസ്യം നമ്മളെല്ലാവരും കണ്ടിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായിട്ടുള്ള ഫ്രെഡി ഇത്തരത്തിൽ തന്നെ സമീപിച്ചതിൻ്റെ തെളിവുകൾ പുറത്തുവിടുന്നത്. ഇത്തരത്തിൽ ഒരുപാട് പേരെ സമീപിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് ഫുഡ്, ട്രാവൽ, ഗെയിം, അതായത് ഈ പ്രായത്തിൽപ്പെട്ട ആളുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഡാറ്റ ഫുഡ് വ്ളോഗർമാരുടെയും ഗെയിമിംഗ് വ്ളോഗർമാരുടെയും അതുപോലെ ട്രാവൽ വ്ളോഗർമാരുമാണ്. ഇത്തരത്തിലുള്ള ആളുകളിലൂടെയാണ് ഈ രാഷ്ട്രീയം പറയാൻ ഇവർ ശ്രമിക്കുന്നത്. രണ്ട് രീതിയിൽ ഇവർ ഈ ആശയപ്രചരണം നടത്തുന്നുണ്ട്. ഒന്ന്, നേരിട്ട് സർക്കാരിനെതിരെ പറയുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഇവരെ കൊണ്ട് നിർമ്മിക്കുക. മറ്റൊരു സാധനം, നമ്മളുടെ കണ്ടന്റ്, അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കണ്ടന്റിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ. ഉദാഹരണത്തിന് ഇപ്പോൾ ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ ഗെയിം വ്ളോഗർ ആണെങ്കിൽ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ വളരെ ഇത്തരത്തിൽ ചില കമൻറ്റുകളൊക്കെ ആളുകൾ പറയും. ഗെയിം കളിക്കുമ്പോൾ ആ കളിക്കുന്ന സമയത്ത് ഈ സർക്കാരിനെതിരെയുള്ള കമൻറ്റുകൾ പറയുക, അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു വ്യാജ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടെടുക്കുക. അതുപോലെ തന്നെ ട്രാവൽ വ്ളോഗേഴ്സ് പ്രധാനമായിട്ടും സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതുമായ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുക. ഇത്തരത്തിലാണ് ഈ കമ്പനികൾ ഇവരെ സമീപിച്ചിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ട് പേയ്മെൻറ്റ് ലഭിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ 2016 തൊട്ടിട്ട് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കാറുണ്ട്. ആ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് അവരവരുടെ അക്കൗണ്ടുകൾ വഴിയും അല്ലെങ്കിൽ അവരവരുടെ ഹാൻഡിലുകൾ വഴിയുമാണ് ഇത്തരത്തിൽ നിർമ്മിക്കാറുള്ളത്. ഇതൊരു പക്ഷേ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഹയർ ചെയ്യുന്നു. അതായത് തങ്ങളുടെ പേരിലല്ല, കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവരുടെ ഫ്ലെക്സിബിളായ രീതിയിൽ, അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം തന്നെ അതാണ്, ഫ്ലെക്സിബിളായി നിങ്ങൾക്ക് കണ്ടന്റുകൾ നിർമ്മിക്കാം. പക്ഷേ കണ്ടന്റുകളുടെ ഉള്ളിലൂടെ ഈ സാധനം ഇത്തരത്തിൽ സർക്കാർ വിരുദ്ധതയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും രാഷ്ട്രീയവും ഒളിച്ചു കടത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ ഏജൻസികളുടെ സ്ക്രീൻഷോട്ടുകൾക്കകത്ത് ആ MSA എന്ന് പറയുന്ന സ്ക്രീൻഷോട്ടിനകത്ത് അല്ലെങ്കിൽ ഏജൻസി ഫോളോ ചെയ്തതിൽ ആരൊക്കെയാണ് ആ ഏജൻസി ഫോളോ ചെയ്തിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ IB ഈഡൻ MP ഉൾപ്പെടെയുള്ളവർ ആ ഏജൻസിയെ ഫോളോ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കോൺഗ്രസിനകത്തെ പ്രമുഖ നേതാക്കൾ അല്ലെങ്കിൽ ചാനൽ ചർച്ചയിലെ സ്ഥിരം മുഖങ്ങളായിട്ടുള്ള പലരും ആ ഏജൻസിയെ ഫോളോ ചെയ്തിട്ടുണ്ട്. അതായത് കൃത്യമായിട്ട് ഒരു മിഷണറി സംഘടനാപരമായിട്ട് തന്നെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രവർത്തനം നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതെന്തായാലും വലിയ രീതിയിൽ ഇത്തരത്തിൽ 18-നും 35-നും ഇടയിലുള്ള വോട്ടർമാരിലേക്ക് ഇത്തരത്തിൽ തങ്ങളുടെ രാഷ്ട്രീയം എത്തിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ, അല്ലെങ്കിൽ കൃത്യമായി രാഷ്ട്രീയം പറയുകയല്ല, വളഞ്ഞ വഴിയിലൂടെ തങ്ങളുടെ നിലപാട് എത്തിക്കുക, രാഷ്ട്രീയം എത്തിക്കുക, അല്ലെങ്കിൽ സർക്കാരിനെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് ഇത്തരം ഏജൻസികൾ കണ്ടന്റ് ഇൻഫ്ലുവൻസേഴ്സിനെ സമീപിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. വിനിഷ.